അപ്പോൾ കൂടാതെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് കൊഞ്ച് റോസ്റ്റ് ആണ്. നമ്മൾ ചെറിയ ഉള്ളിക്കകത്തൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോതമ്പ് പുട്ട് തന്നെയാണ്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതേ കണക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, നമ്മൾ കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക, ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അടുത്ത് നമ്മളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനകത്തോട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ 10 മിനിറ്റോളം ആയാലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊരു ഹാഫ് വേവ് ആക്കി എടുത്താൽ മതി കേട്ടോ. നമുക്കൊരു ഹാഫ് വേവ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം റെഡി ആയി കാണും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് ഇതിനൊക്കെ തിരിച്ചിടാം. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നീതി കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ഏകദേശം 150 ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 4ആയിട്ട് കീറിയെടുത്താണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂണ് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ല, നമ്മൾ ചതച്ചെടുത്ത് തന്നെ ഇടണം കേട്ടോ. പേസ്റ്റ് ആക്കിയിട്ട് ശരിയാവത്തില്ല. നമുക്ക് ചതച്ച് തന്നെ ഇട്ടാലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 2 പച്ചമുളക് 4ആയിട്ട് കീറിയത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണമെന്ന് പറഞ്ഞാൽ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഇനി കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക, നാടൻ കരിയാപ്പില കേട്ടോ. ഇനി നമുക്കൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് നോക്കിയിട്ടാൽ. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം വേവിക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി. അപ്പോൾ അത് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും വറ്റിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ വറ്റിക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിരിക്കുക. സ്പൈസി ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ നല്ല എരി കാണുന്നതിനകത്ത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.